നമസ്കാരം. കേരളത്തിലെ അന്തം കമ്മികളുടെ ലിസ്റ്റ് എടുത്താൽ നിശ്ചയമായും ആദ്യ 5 സ്ഥാനക്കാരിലൊരാൾ KS അരുൺകുമാർ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ച കഴിഞ്ഞ 10 വർഷക്കാലം പിണറായിയുടെ ന്യായീകരണ തൊഴിലാളിയായിട്ടാണ് അദ്ദേഹം ചാനലിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഭരണം മാറിയപ്പോൾ പൊടുന്നനെ അദ്ദേഹം ഒരു വിമർശന തൊഴിലാളിയായി മാറി. VD സതീശൻ എന്തു ചെയ്താലും അതിലെന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുവാനുള്ള ഒരു വിരുത് ഈ മഹാനുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ ചാട്ടുളി പോലുള്ള വാക്കുകൾ കൊണ്ട് സന്ദീപ് വാര്യർ ഈ വിമർശന തൊഴിലാളിയുടെ കരണം പുകച്ചു വിടുകയുണ്ടായി. അതൊന്ന് കേട്ടു നോക്കാം. ഈ ഏകോപനം എന്ന് പറഞ്ഞാൽ അത് അതാത് സമയത്തെ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ച് പരിഭ്രാന്തരാക്കുക എന്നുള്ളതല്ലോ, അതല്ലെങ്കിൽ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നയം. ഒരു ദുരന്ത മുഖത്തെ PR വർക്കിന് വേണ്ടിയിട്ടും സ്വയം പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള കാഴ്ച കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കാത്തതാണ്. പക്ഷെ ഇവിടെ ഇത്ര ഹീനമായിട്ടുള്ള ആക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്കത് മറുപടി പറയേണ്ടി വരികയാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി ഇന്ന ദിവസം ഇന്ന് വൈകുന്നേരം കഥ കടയ്ക്കണം, മെഴുകുതിരി കൊളുത്തണം, അതല്ലെങ്കിൽ അത്തരത്തിൽ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ഇത് അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അദ്ദേഹം ജില്ലാ ഭരണകൂടത്തെ വിളിച്ച് കൃത്യമായ നിർദ്ദേശം നൽകി. അവിടുത്തെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള തുക അത് ഈ പ്രശ്നം ഉണ്ടായതിന് മണിക്കൂറുകൾക്കകം തന്നെ വരികയും അവിടെ ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തുകൾക്കും വില്ലേജുകൾക്കും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും വേണ്ട പണം കൃത്യമായിട്ട് എത്തിച്ചു. അത് മാത്രമല്ല അവിടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുമായി സംസാരിച്ചു, MP മാർ സംസാരിച്ചു. ഇവരെല്ലാവരും ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സർക്കാർ മെഷീനറി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് വളരെ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആക്ഷേപം പറയുന്ന ആളുകൾ, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, നമ്മളെല്ലാം ഓർമ്മ മരവിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. ഈ നമ്മുടെ മിന്നാരം എന്നൊരു സിനിമയില് പപ്പു കഥകടച്ച് പിടിച്ചു നിൽക്കുന്നത് പോലെ ഡാം അടച്ചു പിടിച്ചിരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ. ഒരു കാരണവശാലും ഡാം തുറന്നു വിടില്ല എന്ന് പറഞ്ഞ് ഒരു അർദ്ധരാത്രി നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ജലബോംബ് പോലെ കേരളത്തിലെ ഡാമുകൾ തുറന്നുവിട്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ കൂട്ടമരണത്തിന് ഇടയാക്കിയിട്ടുള്ള ഒരു സർക്കാർ കേരളം ഭരിച്ചിരുന്നു. അന്നത്തെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ട്, ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ CNDG റിപ്പോർട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അക്കാലത്ത് നടന്ന മുഴുവൻ പഠനങ്ങളും പറയുന്നു അശാസ്ത്രീയമായിട്ടുള്ള ഡാം തുറന്നുവിടൽ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഡാം തുറന്നുവിട്ടതാണ് പ്രളയത്തെ ഇത്രത്തോളം ഗൗരവതരമാക്കിയതും ഡാം മാനേജ്മെന്റിൽ സംഭവിച്ച വീഴ്ചയാണ് കേരളത്തെ വലിയ പ്രളയക്കെടുതിയിലേക്ക് നയിച്ചതെന്ന് ആരുടെ കണ്ടെത്തലാണ്? ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തലും CNDGയുടെ കണ്ടെത്തലും അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ സർവേ ഏജൻസികളുടെ റിപ്പോർട്ടിലും പറയുമ്പോൾ അത്രയും വലിയ കൊടിയ പാപം ചെയ്ത ആളുകൾ ഇപ്പോൾ ഇരുന്നിട്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? ഒരു അർത്ഥവുമില്ലാത്ത അടിസ്ഥാനരഹിതമായിട്ട് ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഭരണകൂടത്തെയും ഇവരിപ്പോൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, അദ്ദേഹം ഹെലികോപ്റ്ററെ കുറിച്ച് പറഞ്ഞു. ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ പോയത് എങ്ങനെയാണ്? നിങ്ങൾ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ പ്രതിമാസം 25 മണിക്കൂർ പറന്നാലും പറന്നില്ലെങ്കിലും വാടക കൊടുക്കേണ്ട ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ പോകുന്നു. അതിനെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു. മുഖ്യമന്ത്രി പാർട്ടി സമ്മേളനത്തിനല്ല പോയത്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. സർക്കാരിന്റെ പണം കൊണ്ട്, ദുരിതാശ്വാസ നിധിയിലെ പണം കൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ പോയ മുഖ്യമന്ത്രി. അത് മറക്കരുത്. ഇനി ഒരു കാര്യം കൂടി, അന്നേരം ഈ മഹാൻ അന്ന് ന്യായീകരണ തൊഴിലാളിയായിരുന്നല്ലോ, അതുകൊണ്ട് മിണ്ടാൻ പറ്റത്തില്ല. അത്രയും വലിയ വൃത്തികേട് അന്ന് പിണറായി ചെയ്തപ്പോൾ കമാന്ന് ഒരക്ഷരം മിണ്ടാത്ത മഹാനാണ് ഇപ്പോൾ ഭയങ്കര നീതിബോധമുള്ളവനായി മാറിയത്. ഇവിടെ ഉപദേശിച്ച പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നെതർലാൻഡ്സിൽ പോയല്ലോ റൂം ഫോർ റിവർ നടപ്പാക്കാൻ. അവിടുന്ന് ഒരു പിഞ്ഞാണത്തിന്റെ അവാർഡ് മേടിച്ചുകൊണ്ടുവന്നല്ലോ. ആ പിഞ്ഞാണ് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? അവിടുന്ന് പഠിച്ച റൂം ഫോർ റിവർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പരിപാടി നടക്കുമായിരുന്നോ? ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. നെതർലാൻഡ്സിൽ പോയിട്ട് ആരെയാ കണ്ടത്? ഒന്നാന്തരം മണലൂറ്റി കമ്പനിയെ. ആ മണലൂറ്റി കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വല്ല അറിവുണ്ടോ? നിങ്ങൾ നെതർലാൻഡ്സിൽ പോയത് എന്തിനാ? റൂം ഫോർ റിവർ പഠിക്കാൻ പോയത് എന്തിനാ? എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് നടപ്പാക്കി? ഇതൊക്കെ ജനങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇതിന് വെറുതെ ആക്ഷേപിക്കാം. റൂം ഫോർ റിവർ പഠിക്കാൻ പോയെന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ഫാമിലി ടൂർ മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ഭക്ഷണം കിട്ടുന്നില്ല. ഭക്ഷണ കിറ്റുകൾ എടുത്തു കൊണ്ടുപോയത് ആരാണ്? കഴിഞ്ഞ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് നടത്തിയത് ആരാ? അദ്ദേഹത്തിന്റെ തന്നെ ജില്ല കളമശ്ശേരിയിലെ CPM നേതാക്കന്മാര് സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിൽ വന്ന പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിയെടുത്ത് ഓർമ്മയില്ലേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്നവര് ഇവിടെ വലിയ പരിപാടി നടത്തി ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കണം. ഇതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളത് മറക്കരുത്. കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഇത് KS അരുൺകുമാർ എന്ന അന്തം കമ്മിക്ക് മാത്രമല്ല, സകല അന്തം കമ്മികൾക്കും കൂടി ചേർത്തുള്ള
ഒരു കാരണത്തടിയായിരുന്നു. ഇനിയെങ്കിലും അന്തം കമ്മികൾക്ക് ലേശം ഉളുപ്പാവാം.